പുതിയതായിട്ട് ഇറങ്ങിയ ഒരു പുട്ടിയാണിത്. 40 കിലോ പാക്കറ്റ്. ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എഴുതിയിട്ടുണ്ട്. ഈ പുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് എന്താണെന്ന് ഇപ്പം നമുക്ക് നോക്കാം. ഈ കിടക്കുന്ന മൊത്തം ഭിത്തിയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് 1 മാസമായി ഞങ്ങൾ പുട്ടിയിട്ടിട്ട്. ഈ വീട്ടിലെ ആൾ, വീടിൻ്റെ ഉടമസ്ഥൻ, ഈ വീടിൻ്റെ ബോർഡ് തയ്ച്ചപ്പോഴത്തേക്കിന് വെള്ളം ഒഴിച്ചായിരുന്നു. വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭിത്തിയിലെ പുട്ടി മൊത്തം ഒലിച്ചിങ്ങ് പോരുക. നമ്മൾ ചോക്ക് പൊടി കളഞ്ഞ പോലെ തന്നെ. അപ്പം 10-20 ചാക്ക് പുട്ടി ഇപ്പം മൊത്തം നിലവിലിട്ടിട്ടുണ്ട്. അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഈ സംഭവം ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നത്. പുട്ടി മൊത്തം ഇപ്പം ചീകി കളയുക. കണ്ടോ, അത്രയ്ക്കും സൂപ്പർ പുട്ടിയാണിത്. 40 കിലോയ്ക്ക് 1265 രൂപയാണ്. ഉണ്ടോ, പുട്ടി ചീകി കളയുന്നുണ്ടോ? ഉണ്ടോ, 10 രൂപയാക്ക് പുട്ടി. ഈ വീട് ഒട്ടുമുക്കാ ഭാഗങ്ങൾ ഇട്ട് വച്ചിരിക്കുക. ഉണ്ടോ, ഇനി ഇത് മൊത്തം ചീകി കളയണം. ഈ പുട്ടി കഴുകി കളയാൻ വേണ്ടിയിട്ട് മെഷീൻ കൊണ്ട് വെച്ചിരിക്കുക. ഉണ്ടോ, മെഷീൻ ഈ പുട്ടി മൊത്തം സ്പ്രേ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്, കഴുകി കളയാൻ വേണ്ടി. ഉണ്ടോ, മൊത്തം പോയി കിടക്കുക. വെള്ളം ഒഴിച്ചപ്പോഴേ മൊത്തം പൊളിഞ്ഞു പോരുക. അപ്പം ഈ പണിക്കകത്ത് ഞാനും ഉള്ളതാണ്. ആദ്യമായിട്ടുള്ള സംഭവമാണിത്. പുതിയ സൈസ് പുട്ടിയാണ് ഇത്. ഭയങ്കരമായിട്ട് ഗുണപ്പെടുന്നതാണ്. പണി നമുക്ക് ഇഷ്ടം പോലെ വന്നോളൂ. ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും പണിയാണ്. പലയിടത്തും ചെയ്തിട്ട് ഞങ്ങൾ പേപ്പർ പിടിച്ചതിന് ശേഷം ഭിത്തി മുഴുവൻ നനച്ചാണ് ഞങ്ങൾ പ്രൈമർ അടിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ചുമ്മാ വാട്ടർ കട്ടിങ് നനച്ചപ്പോൾ മൊത്തം പൊളിഞ്ഞു പോന്നു. അതിനനുസരിച്ച് ഞങ്ങൾ ചീകി മൊത്തം. ആ പുട്ടി നമ്മൾ വെള്ളം ഒഴിക്കുമ്പം തന്നെ പൊഴിഞ്ഞു പോവുകയാണ്. ആ പുട്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് പുട്ടി. എസ്റ്റീരിയലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയ പുതിയ സൈസ് പുട്ടിയാണ്. ഈ പുട്ടി വളരെയധികം പൈസ ഒത്തിരി കളഞ്ഞാണ് ഈ വീട് മുക്കാൽ ഭാഗം ഞങ്ങൾ പുട്ടിയിട്ട്. അപ്പോൾ മേശരിമാർ ബോർഡ് തയ്ച്ചപ്പോഴത്തേക്കിന് നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് മൊത്തം പൊഴിഞ്ഞ് താഴോട്ട് പോരുവാണ്. കഴുകി വെള്ളം ഒഴിച്ച് കഴുകുവാണ്. ഇതാണ് പുട്ടി. നമ്മൾ പുട്ടിയിട്ടിട്ട് മെഷീൻ വെച്ച് മൊത്തം കഴുകി കളയുന്ന ഭാഗമാണ് നമ്മളീ കാണുന്നത്. അതായത് ചുമ്മാ വെള്ളം ഒഴിക്കുമ്പോഴേ അങ്ങ് പോരുവാണ്. ചീകി കളയുന്ന താമസം കാരണം മെഷീൻ വെച്ച് മൊത്തം കഴുകി കളയുവാണ്. കഴുകുന്ന വ്യക്തിയാണിത്. ഇത് കഴുകാൻ വേണ്ടിയിട്ട് 3 തച്ച്. അപ്പം നമ്മൾ ഈ ഉടമ്പടിക്ക് പണിയെടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെ കൊണ്ട് സാധിക്കും താങ്ങാൻ വേണ്ടി? ഉണ്ടോ, മെഷീൻ വെച്ച് കഴുകി കളയുന്ന കണ്ടോ? മെഷീനാണ് ഇരിക്കുന്നത്. ഇന്നത്തെ ഞങ്ങൾ 3 പേരാണിത്. പൊട്ടിയാണ് കളയുന്നത്. അപ്പോഴേ ഞങ്ങൾ ഈ ചീകി കളഞ്ഞ സാധനങ്ങളാണ് ഈ കിടക്കുന്നത്. ഇത് കണ്ടോ, ചീകിയിട്ട് ചുമ്മാ ഇങ്ങനെ വലിയ മല പോലെ പോരും. അതെ ഉണ്ടോ, ഇതുപോലെ ഏതെങ്കിലും പുട്ടി നമ്മൾ സാധാരണ ഇങ്ങനെ ഭിത്തി നനയ്ക്കുമ്പോൾ ഇങ്ങനെ ഒലിച്ചു പോരുത്തുമില്ല, ചെയ്യാൻ പോലും പോരുകയില്ല. ഉണ്ടോ, ഉണ്ടോ കിടക്കുന്നതുണ്ടോ? വെള്ളം ഒഴിക്കുമ്പോഴേ പോരുക. അതെ ഉണ്ടോ, നമ്മൾ പുട്ടിയിട്ട് പേപ്പർ പിടിച്ച് കഴിയുമ്പോഴത്തേക്കിന് കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ പുട്ടി കൂട്ടിയിട്ട് ബക്കറ്റ് മറിഞ്ഞു പോയ പോലെയാണ് കിടക്കുന്നത്. ചുമ്മാ ഇങ്ങനെ ഒലിച്ചു പോരുക. സത്യമായിട്ടുള്ള കാര്യമാണിത്. ഇത് കമ്പനിക്കാർ ഇച്ചിരി ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്.